ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പോകുന്നത് അടിമാലിയിൽ പുതിയതായിട്ട് തുടങ്ങിയ 169 രൂപേൻ്റെ ഷോപ്പിലാണ്. ഇത് പ്രോപ്പർ അടിമാലിയിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ ഐറ്റംസും 169 ആണ്. ഞാൻ പോയത് കുറച്ച് ലേറ്റായിട്ടാണ്, അപ്പം അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വൈപ്പിംഗ് മോപ്പുകളാണ്. വൈപ്പറായിട്ട് ഉപയോഗിക്കാം, മോപ്പായിട്ട് നമുക്ക് ക്ലോത്ത് ഇട്ട് ഉപയോഗിക്കാം. എല്ലാ സാധനവും 169 ആണ്. ചില സാധനങ്ങളിൽ നമ്മൾക്ക് നഷ്ടമായിട്ട് തോന്നാം. അതായത് ഇപ്പോൾ ടർക്കി, അങ്ങനെ ചെറിയ ചെറിയ ടർക്കീസൊക്കെ ഇല്ലേ, അങ്ങനെ 3-4 ഒരുമിച്ച് വരുന്നത്, അതും 169 ആണേ. അല്ലാതെ കുറച്ച് നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളും 169. അപ്പം അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ നോക്കുമ്പോൾ നമുക്കതൊരു നഷ്ടമായിട്ട് തോന്നാം, ചിലത് ലാഭമായിട്ട് തോന്നാം. അങ്ങനെ പിന്നെ ഇവിടെ ഒരു അതായത് ഷട്ടിൽ കോർക്ക്, പിന്നെ എന്താണ് ഫുട്ബോൾ ടൈപ്പ് എയർ ഫില്ല് ചെയ്യുന്ന ബോൾസ്, പിന്നെ എല്ലാം പ്ലാസ്റ്റിക് വെയേഴ്സ്, കണ്ടെയ്നേഴ്സ്, അതൊക്കെയാണ്. ഇവിടെ നിന്നാണ് എൻട്രൻസ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സ് ആണ്. വാച്ചസ് ലേഡീസ്, കിഡ്സ്, ജെൻസ് എല്ലാം മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഉണ്ട്, നോക്കി വേണം വാങ്ങാനായിട്ട്. എല്ലാം 169, കിഡ്സ്, ജെൻസ് എല്ലാം 169 തന്നെയാണ്. നോക്കി ശ്രദ്ധിച്ച് വേണം വാങ്ങാനായിട്ട്. എല്ലാം 169 ആണ്. പല വെറൈറ്റീസ് ഓഫ്, അതായത് ചെയിൻ വാച്ച്, അല്ലാത്ത വാച്ചുകളൊക്കെ ഉണ്ട്. ഇത് കുടുക്ക, മണി ബോക്സ്, അതാണ് ഒരിടയ്ക്ക് ട്രെൻഡായ നമ്മൾ ഇടുന്ന മണി മാർക്ക് ചെയ്ത് വിടുന്ന ആ ഒരു ബോക്സ്, മണി ബോക്സില്ലേ, അതാണ് ഇത്. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ചൊരു ഇലക്ട്രോണിക്സ് അങ്ങനെ പറയാം, ഹെഡ്സെറ്റ്, പിന്നെ മൈക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഇതെന്നാ സാധനമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ടോർച്ച്, ഹെഡിൽ വെക്കുന്ന ടൈപ്പ് ടോർച്ചില്ലേ, നമ്മൾ ഈ റബ്ബറൊക്കെ കട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ വെക്കുന്നത്. അതുകൊണ്ട് വേറെ യൂസേജ് എന്താ, മീൻ പിടിക്കാൻ പോകുന്നവർ വെക്കും. അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ. ഇതെല്ലാം 169 ആണ് കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി അങ്ങനെ പറയത്തില്ല, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്നാലും നമുക്ക് നമ്മുടെ കാര്യം നടക്കുമല്ലോ. പിന്നെ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടോ കാണും, ഒബ്വിയസ്ലി കാണുമല്ലോ. ബ്രാൻഡഡും അല്ലാത്തതും തമ്മിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതിൻ്റേതായ പ്രോബ്ലംസ് നമുക്കും വരും ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇതെല്ലാം അങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ്, ഡ്രില്ലർ സെറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതറിയാലോ, ഈ ഹീറ്ററും 169 ആണ്. പക്ഷെ അതിൻ്റെ വോട്ട് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, കറണ്ട് എടുക്കുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇത് ചെറിയ വെയിറ്റ് നോക്കുന്ന കുട്ടി മെഷീൻ, എന്തെങ്കിലും പാക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന മെഷീൻസ്. പിന്നെ കത്തികൾ, നൈഫുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിറ്റ് കൂടിയത്, വീതി കുറഞ്ഞത്, വീതി കൂടിയത്, അങ്ങനെ പല വെജിറ്റബിൾ കട്ട് ചെയ്യാൻ, മീറ്റ് കട്ട് ചെയ്യാൻ, അങ്ങനെ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ, അത്. പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ, ഗിഫ്റ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കാം. അത് കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി, ഗിഫ്റ്റിംഗ് പർപ്പസിന്. അല്ലാതെ വാങ്ങുമ്പോൾ അതൊരു നഷ്ടം തന്നെയാണ് ശരിക്കും. പിന്നെ റൈറ്റിംഗ് ബോർഡ്, ഇതെല്ലാം ബോക്സുകളാണ്. ഈ ബോക്സ് ശരിക്കും തുറന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ. ഇതിനകത്ത് ചെറിയ ചെറിയ ഈ കമ്പികളില്ലേ, അതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ. അതൊക്കെ കയ്യിൽ കൊണ്ടാൽ കൈമുറിയും, അങ്ങനെയുള്ള ഇതും ഇതിനകത്തുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്ത് വേണം വാങ്ങാൻ. ഇതിൽ നമ്മൾ ലാഭം നോക്കി വാങ്ങുമ്പോൾ ചില നഷ്ടങ്ങൾ നമുക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ. ചില സാധനങ്ങൾ വളരെ ലാഭമായിട്ട് എനിക്ക് തോന്നി. കണ്ടെയ്നേഴ്സാണ് ബേസിക്കലി, അതായത് പാത്രം, കിച്ചൺ ഐറ്റംസൊക്കെ കുറച്ച് ലാഭം. ഇതെല്ലാം ടോയ്സ് മീൻസ് സോഫ്റ്റ് ടോയ്സ് ആണ്. ഇത് അതിൻ്റെ ഇടയിലൊരു ബോക്സ് വന്ന് വിട്ടതാണെന്ന് തോന്നുന്നു, തൊട്ടപ്പുറേ കിച്ചൺ വെയർ ആയതുകൊണ്ട്. ഇതെല്ലാം നമ്മുടെ ഡോറേമോനാണേ. പിന്നെ കുറേ ടെഡി, ഹാർട്ടിൻ്റെ സോഫ്റ്റ് ടോയ്, അതൊക്കെ ഷെൽഫിൽ വയ്ക്കാൻ പറ്റിയ ഷോപ്പീസ് ഐറ്റംസ്. പിന്നെ ഈ വാട്ടർ ബോട്ടിൽസൊക്കെ നല്ലതായിട്ട് തോന്നി കേട്ടോ. 1 ലിറ്റർ 2 ലിറ്ററൊക്കെ. ഇത് ചെറിയ ചെറിയ സ്റ്റോറേജ്, നമ്മുടെ കുട്ടി ഇയറിങ്സ്, അങ്ങനെയുള്ള ഗേൾസൊക്കെ ഉള്ള പേരൻസിന് വാങ്ങാൻ പറ്റിയ ഐറ്റംസാണ്. പിന്നെ കുറച്ച് ബാഗ്സ് ഉണ്ട് അവിടെ. ബാഗ്സും 169 റുപ്പീസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉള്ള ബാഗുകളാണ്. അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ എല്ലാം വാട്ടർ ബോട്ടിൽസാണ്. അതും 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം അനിവാര്യമാണല്ലോ കുടിക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. ആ ഒരു ഇത്ര ലിറ്റർ കുടിച്ചു, ഇത്ര മില്ലി ലിറ്റർ കുടിച്ചു എന്നൊക്കെ നോക്കി വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം കുടിക്കാൻ തോന്നും അല്ലേ. അപ്പം അങ്ങനെയുള്ള ബോട്ടിൽസൊക്കെയാണ് അവിടെ.
വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ക്യൂട്ട് ഗണപതിയാണ്. ഇങ്ങനെ ഗണപതി വലത്തോട്ട് തുമ്പിക്കൈ, അതായത് വലംപിരി ഗണപതി എന്ന് പറയും. അങ്ങനെയുള്ള ഗണപതിയെ വാങ്ങി വീട്ടിൽ വെക്കുന്നത് നല്ലതാണെന്ന് പറയും കേട്ടോ. ഇത് പിന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടി കണ്ണനാണേ, നല്ല ഭംഗിയുള്ള കുഞ്ഞ് കണ്ണൻ. ഗിഫ്റ്റിംഗ് പർപ്പസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വെക്കാം അങ്ങനെ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്മമാരുടെ ഒരു ഫേവറേറ്റ് ഏരിയ ചവിട്ടി, പിന്നെ പലതരമുള്ള മാറ്റുകളുണ്ട്, കർട്ടൻ, പില്ലോ കവർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഷോപ്പീസ് ഐറ്റംസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതെന്തായിരുന്നു, ഇതും ഒരു ഡെക്കോർ ഐറ്റമാണ്. പിന്നെ ഇത് വെജിറ്റബിൾ കട്ടിങ് പാഡ്, അതാണ്. പിന്നെ ഇതെല്ലാം ബാഗാണ്. ഇതൊരു ജ്വല്ലറി ബോക്സ് പോലെ കാണുന്ന ആ ഒരു അതായത് വെയിറ്റാണ്, മെറ്റലാണെന്ന് തോന്നും, പക്ഷെ അതൊരു മെറ്റലല്ല. അതൊരു കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് അത്. പക്ഷെ അത് കുറച്ച് ക്യൂട്ടാണ്, കാണാൻ ക്യൂട്ട്. പിന്നെ അത് ആ കാണുന്ന ഏരിയയിലോട്ട് ഞാൻ പോയില്ല, അവിടെ ടോയ്സാണ്. പോകത്തില്ലല്ലോ, അവിടെ പോയാൽ പാടാണല്ലോ, പിന്നെ ആ ഏരിയയിൽ നിന്ന് വരാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ടോയ്സൊന്നും അത്ര ക്വാളിറ്റി ഒന്നുമില്ല. പ്ലാസ്റ്റിക് ആണെങ്കിലും റഫ് യൂസ് പിന്നെ പൊതുവേ ടോയ്സ് ഒറ്റ തവണയാണല്ലോ, അപ്പോഴത്തേനും അത് മോശമാക്കും. പിന്നെ ഇത് എൻ്റെ അമ്മ അവിടെ നിന്നൊരു ഭരണി വാങ്ങി ഉപ്പിട്ട് വെക്കാൻ. ഭരണിയിൽ ഉപ്പിട്ട് വെച്ചാൽ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നതെന്നാണ് പറയുന്നത് അമ്മ. പിന്നെ ഇവിടെ നിന്ന് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ സാൻഡൽസ്, ഫുഡ് വെയേഴ്സാണ്. അത് വിമൻസിൻ്റെ, കുഞ്ഞ് ബോയ്സ്, ഗേൾസ്, അങ്ങനെ മെയിൽസിൻ്റെയും ഉണ്ട്. ഇതെല്ലാം മാറ്റുകളാണ്, പലതരത്തിലുള്ള പല റേറ്റല്ല, 169 തന്നെ മാറ്റുകളാണ് കേട്ടോ. പിന്നെ അതെല്ലാം ചെരുപ്പുകളാണ്. അവിടെ നല്ല ചെരുപ്പിൻ്റെ സെക്ഷൻ നല്ലതാണ്. ചെരുപ്പ് വെച്ച് നോക്കുമ്പോൾ, ഈ റേറ്റ് വെച്ച് ആ ചെരുപ്പ് നോക്കുമ്പോൾ നല്ലതാണ്. ഈ കാണുന്ന ഈ ചെരുപ്പ് എനിക്കിഷ്ടമായി, പക്ഷെ നമ്മൾ വാങ്ങിയില്ല. കാലിലിട്ട് നോക്കി നിർവൃതി അടഞ്ഞ് അവിടെ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ നമുക്ക് പോയി വാങ്ങാമല്ലോ. പിന്നെ ഇതെല്ലാം ഫോട്ടോ ഫ്രെയിംസാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളത്, AI ചെയ്ത കുഞ്ഞു മുരുകൻ. പിന്നെ ഇത് കണ്ണൻ, ഇത് പിന്നെ മുരുകൻ. പിന്നെ ഇതൊരു മോസ്കല്ലേ, കറക്റ്റ് എനിക്കറിയില്ല. ഇത് പലതരത്തിലുള്ള കുറച്ച് എസ്തറ്റിക്കായിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ യേശുവിൻ്റെ പിക്ചേഴ്സ് എല്ലാം ജാതി മതഭേദമന്യേ അവിടെ എല്ലാ പിക്ചേഴ്സും ഉണ്ട്. അതെല്ലാം 169 തന്നെയാണ് കേട്ടോ. വലിയ ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം 169 തന്നെയാണ്. ഇവിടുന്ന് ഞാൻ വാങ്ങിയത് ഒരു ഹാങ്ങർ സെറ്റ്, പിന്നെ കുട്ടികൾക്കുള്ളൊരു ബോക്സ്, പിന്നെന്താ ഒരു ഉപ്പ് ഇട്ട് വെക്കുന്ന ഭരണി, ഇതെല്ലാം 169 തന്നെയാണ്. പിന്നെ ഇതൊക്കെ എല്ലാം മാറ്റുകളാണ്, കുറേ മാറ്റ്സ് ഉണ്ട് അവിടെ. അതെല്ലാം ക്രേസുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് അതിഷ്ടമാവുമല്ലോ. വിമൻസിന് എപ്പോഴും അങ്ങനെയല്ലേ, മാറ്റ്, കർട്ടൻ, പില്ലോ കവേഴ്സ്, പായ, കിച്ചൺ വെയേഴ്സ്, അതിനകത്ത് തന്നെ ഫ്ലാസ്ക്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെയാണ്. ഫ്ലാസ്ക് എത്ര വാങ്ങിയാലും മതിയാവാത്ത സാധനങ്ങളാണ്. ഫ്ലാസ്ക്, ഗ്ലാസ്, ഡിന്നർ സെറ്റ്, അതൊക്കെ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള എന്തോ സൈലോഫോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ് വെച്ചിട്ട് ആൽഫബറ്റ്സ് പഠിക്കില്ലേ, എക്സ് വെച്ച് സൈലോഫോൺ, അങ്ങനെ അതുപോലത്തെ ഒരു സാധനമാണ് അത്. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. ഇവിടെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, അതിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു. ക്യാമറ എടുത്തിട്ട് അത് നമ്മുടെ ശ്രദ്ധ ഇല്ലായ്മയിൽ വന്നു പോയതാണ്, സാരമില്ല. പിന്നെന്താ, നമ്മൾ കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ, സോറി, ഇത് ട്രിം ചെയ്യാനും പറ്റിയില്ല. പിന്നെന്താ വരണത്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ടോയ്സൊക്കെ തന്നെ